ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജീസ് കിച്ചൺസ്. ഇന്ന് നമ്മളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഇതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പട്ട, ഏലക്ക, പൂവ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ ചേർക്കുന്നത് നാരങ്ങ നീരാണ്. അപ്പോൾ ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബിരിയാണിയുടെ മസാലയിൽ സവാള ചേർക്കുന്നില്ല, പകരം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് അങ്ങനെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അത് മാത്രം ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണ്ട, ജസ്റ്റ് ഒരു 3/4% മതിയാവും. അപ്പോൾ ഈ ചിക്കൻ ഇതുപോലെ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ബിരിയാണിയിലെ ചിക്കന് നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ ബിരിയാണിയിൽ ചിക്കനൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്യുമ്പം അതിഷ്ടാവും. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതേപോലെ നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയൊരു 4 തക്കാളി, ചെറിയൊരു 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അരിവട നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അരിവട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പും ചെറുനാരങ്ങയുടെ നീരും ഇതെല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തിട്ടല്ല കേട്ടോ വെച്ചാൽ ഈ പാത്രത്തിൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്നും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് അരി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ബിരിയാണി മസാല കുറച്ചൊന്ന് വിതറി കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ബാക്കിയുള്ള ഓയിൽ കുറച്ച് ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കണം.
അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസും മസാലയും വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.